ഓപ്പറേഷൻ സക്സസ്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ടൗണിൽ പ്രകടനം നടത്തിയിട്ട് മറ്റേ വണ്ടിയും എല്ലാമായിട്ട് അനൗൺസ്മെന്റുമായിട്ട് കേട്ടോ. പടക്കം മേടിച്ചിട്ടുണ്ടേ പോയി കെട്ടി സെറ്റാക്കി വരണ്ടേ സെറ്റാക്കി ഇവിടുത്തെ ചടയമംഗലം പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെയുള്ള ജനങ്ങളുടെ ഓരോ വോട്ട്, അതാണ് ഞങ്ങൾ അവരോട് ചോദിച്ചത്, അതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഈ സമയത്തിൽ വലുതായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ജനങ്ങളോടും ഇത്രയും ഞങ്ങൾക്ക് സഹായിച്ച് എല്ലാവരും വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. കൂട്ടായ പ്രവർത്തനത്തിന്റെ ഒരു വിജയമായി ഇതിനെ കാണാൻ കഴിയുമോ? തീർച്ചയായും കാണാൻ പറ്റും. കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അതേപോലെ ചടയമംഗലത്തെ അനീതിക്കെതിരെയും അവർ നടത്തിയേക്കുന്ന വികസനങ്ങൾ ജനങ്ങളിൽ എത്താത്ത ഒരവസ്ഥയുണ്ട്. അതിനെതിരായ ഒരു ശക്തമായ പൂങ്കോട്ട് വാസികളുടെ വോട്ടാണ് അഡ്വക്കേറ്റ് നിഷ മാഡത്തിന് കിട്ടിയത്. ഓക്കെ. UDF-ന്റെ അമരക്കാരൻ, ഈ വിജയത്തിന് നേതൃത്വം കൊടുത്ത നായക സ്ഥാനം എന്നുള്ള നിലയിൽ ഒരുപാട് വിശേഷണങ്ങളുള്ള റിയാസ് ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ഈ വിജയത്തെ പറ്റി പറയാനുള്ളത് പൂങ്കോട് വാർഡിലെ എല്ലാ നല്ലവരായ സംവാദകർക്കും ഹൃദയത്തിന് തൊട്ടൊരാരും നന്ദി. UDF പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തിലും അതോടൊപ്പം തന്നെ ആഹ്ലാദ തിമിർപ്പിലും ഒക്കെയാണ്. എങ്കിലും വളരെയധികം വിനയത്തോട് തന്നെയാണ് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും നാടിന്റെ വികസനത്തിന് മുൻതൂക്കം നോക്കിയായിരിക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നാണ് ഉഷാ ബോസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ UDF-ന്റെ വിജയത്തിൽ പ്രദേശത്ത് നേതൃത്വം കൊടുത്ത ഒരു സാധാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രം അറിയപ്പെട്ടാൽ മതി എങ്കിലും ഇതിന് വളരെയധികം മുൻതൂക്കത്തോടെ, ഇതിന് വളരെയധികം രാപകൽ വ്യത്യാസമില്ലാതെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. UDF-ന്റെ വിജയത്തിൽ വളരെയധികം ത്യാഗപൂർണമായി പ്രവർത്തനം വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ പ്രവർത്തനം നടത്തിയ താങ്കൾ ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ആദ്യമായിട്ട് എനിക്ക് പൂങ്കോട് ജനത്തിലെ വോട്ടർമാർക്ക് നന്ദിയാണ് പറയുന്നത്. ഈ പൂങ്കോട് വാർഡ് തുടക്കം മുതലേ ഞങ്ങളുടെ വാർഡാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF കള്ളും ചാരായും കൊടുത്താണ് വോട്ട് പിടിച്ച് വോട്ട് മറിച്ചുമാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. തുച്ഛമായ വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരാജയപ്പെട്ടത്. ആ പരാജയം ഞങ്ങൾ ഈ പ്രാവശ്യം നേടിയെടുത്തു. അതുകൊണ്ട് തുടർന്നുമുള്ള ചുരുങ്ങിയ കാലം കൊണ്ട് ഞങ്ങൾ പൂങ്കോടിൻ്റെ മെമ്പറെ കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഞങ്ങൾ നിറവേറ്റുകയും ചെയ്യും. തുടർന്നും ജനങ്ങൾ UDF-നോടൊപ്പം നിൽക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വീണ്ടും വോട്ടർമാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓക്കെ. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ എങ്ങനെ കാണുന്നു? ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുമ്പോൾ യാഥാർത്ഥികമായൊരു വിജയമാണ്. ഇതിനെ കുറിച്ച് എതിർത്ത് പറയുമ്പോൾ BJP-യുടെ വോട്ട് UDF മേടിച്ചെന്നാണ് LDF-ന്റെ വാദം. LDF-ന്റെ വോട്ട് BJP മേടിക്കാനല്ലേ, BJP-ക്കാണ് LDF വോട്ട് ചെയ്തിട്ടുള്ളത്. സോറി, BJP-യുടെ വോട്ട് LDF ആണ് വാങ്ങിച്ചുള്ളത്. നഗ്നമായ സത്യമാണ്. ഇത് കുരിയോട് പാർട്ടി കണ്ടതാണ്. അപ്പൊ ഈ വിജയം നാടിന് സമർപ്പിച്ചിരിക്കുന്നു. ഓക്കെ. പൂങ്കോട് വാർഡിലെ തെരഞ്ഞെടുപ്പ് അത് UDF-ന് വലിയ അഭിമാനകരമായ നേട്ടമാണ്. അതിന് നേതൃത്വം കൊടുത്ത UDF-ലെ ഈ വാർഡിലെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെയും
ഇതിന് നേതൃത്വം കൊടുത്ത KPCC ജനറൽ സെക്രട്ടറി MM നസീറിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി ഇവിടെ ക്രോഡീകരിച്ചത്. അതിനുവേണ്ടിയുള്ള അശ്ലീലമായ പ്രവർത്തനം നടത്തിയ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുക. ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ചടയമംഗലം ഗ്രാമപഞ്ചായത്തില് UDFന്റെ മുന്നേറ്റമുണ്ടായിരിക്കുന്നു. യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്താത്ത കാലാകാലങ്ങളായി യാതൊരു വിധമായ അഭിവൃദ്ധി ഉണ്ടാകാത്ത ഈ ചടയമംഗലം പഞ്ചായത്തില് UDFന്റെ നേതൃത്വത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പില് ഉഷാ ബോസ് ജയിച്ചതോടുകൂടി ഒരു വലിയ UDFന്റെ മുന്നേറ്റമുണ്ടായിരിക്കുന്നു. ഈ ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ പ്രതിപക്ഷമുണ്ടായിരിക്കുന്നു. LDFന്റെ നീചമായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി UDFന്റെ കരങ്ങൾക്ക് ശക്തമുണ്ടെന്ന് തെളിയിക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത KPCC ജനറൽ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സകല മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർക്കും സാധിച്ചു എന്നുള്ളത് അഭിമാനാർഹമായി തീരുന്നു. അടുത്ത പൊതു തെരഞ്ഞെടുപ്പില് ഗ്രാമപഞ്ചായത്തിന് തെരഞ്ഞെടുപ്പില് UDFൽ അധികാരത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു ചുവടുവയ്പായി ഇതിനെ ജനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് എനിക്ക് അത്തരണത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുമായിരുന്നു. അതിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞത് നമുക്ക് UDFന് ഒരു വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. കാരണം ഇനി അങ്ങോട്ടും ഇതുപോലെ ഒരു പ്രവർത്തനം ഈ പഞ്ചായത്ത് വരെ നേടുന്നതിന് ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ്. പിന്നെ എനിക്ക് എത്രയേറെ വോട്ടുകൾ നൽകിയിട്ടുള്ള പൂക്കോട് നിവാസികളോടും എന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു വാക്കാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പിന്നീട് ഞാൻ വിശദീകരിക്കാം. ഇപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി. ഞാനുണ്ടാവും എല്ലാവരോടൊപ്പം. ഞങ്ങൾ UDF മൊത്തമായിട്ട് അവരോടൊപ്പം ഉണ്ടാവും. ജയിച്ചു 43 പ്രചാരണത്തിന്റെ ഭാഗത്ത് നിൽക്കുക. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കിട്ടർത്തൽ ശ്രീകുമാർ പ്രതികരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ UDF ഒന്നടങ്കം വളരെ സക്രിയമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജയം സാധ്യമായത്. ആദരണീയനായ KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ നേരിട്ട് ഇലക്ഷൻ ചുമതലയുടെ ചുക്കാൻ പിടിക്കുകയും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്തത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കാണുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുന്നത്. അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ, പ്രതിഫലനങ്ങൾ UDFന് അനുകൂലമായി ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അമ്മയുടെ ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? ജയിച്ചതിൽ വളരെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം വർഷങ്ങളായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റ് വളരെ നിസ്സാരമായ വിരലിലെണ്ണാവുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രം അവർ ജയിച്ചുകൊണ്ടിരുന്ന ഒരു സീറ്റ്, അത് ഇത്തവണ ഒരു 10 ദിവസത്തെ പ്രചരണം കൊണ്ട് മാത്രം നേടിയെടുത്തതല്ല. ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഈ 10 ദിവസത്തെ പ്രചരണം കൊണ്ട് മാത്രം നേടിയെടുത്തതല്ല. കഴിഞ്ഞ ഇലക്ഷന് ശേഷമുള്ള ഈ 4 വർഷവും ആൾക്കാരുടെ മനസ്സിൽ ആ സ്ഥാനം കിട്ടുന്ന രീതിയിലുള്ള വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ അവർ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ഈ നാട്ടുകാർ അമ്മയെ ജയിപ്പിച്ചു. അത് ഇനിയും തുടർന്നും, ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ ഒരു 10-11 മാസമേ ഉള്ളൂ. എന്നാൽ പോലും ഉള്ള കിട്ടുന്ന സമയത്ത് അതേ രീതിയിലുള്ള പ്രവർത്തനം തുടർന്നും കാഴ്ചവെച്ച് ഇനിയുള്ള സമയത്തും അതേപോലെ തന്നെ ആൾക്കാരുടെ മനസ്സിൽ ആ സ്ഥാനം നിലനിർത്തി കൊണ്ടുപോകും. അതിലൊരു തർക്കമില്ല. എന്തായാലും ജയിച്ചതിൽ വളരെ സന്തോഷം.
ഇപ്പോൾ സാക്ഷി ടിവിയോട് പ്രതികരിച്ചത് അഡ്വക്കേറ്റ് ഉഷാ ബോസിന്റെ മകനാണ്. ഉഷാ ബോസിന്റെ വിജയത്തെ എങ്ങനെ കാണുന്നു? നമ്മുടെ ഈ വിജയം UDF വിജയം, ഇതിന് നേതൃത്വം നൽകിയ ഇവിടെ വന്നു നിന്ന് KPCCയുടെ ജനറൽ സെക്രട്ടറി MM നസീർ നേതൃത്വം നൽകി കോൺഗ്രസ് പാർട്ടിയെയും UDFനെയും ഒറ്റക്കെട്ടായി മുന്നിൽ നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ചിട്ടയായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ടാണ് ഇവിടെ ഈ പൂങ്കോട്ട് ഇപ്പോൾ UDF ജയിക്കാൻ കാരണമായി. ഇതിന് നമുക്ക് ഇവിടെ ജാതി മത ഭേദമെന്ന വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് വോട്ടർമാർ നമുക്ക് വോട്ട് തരുകയും ഈ 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഉഷാ ബോസിനെ ഇവിടെ ജയിപ്പിക്കുവാൻ കഴിഞ്ഞു നമുക്ക്. അപ്പോൾ കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ വിജയത്തെ നമുക്ക് കാണാം. തീർച്ചയായും കാണാം, അതിലൊരു മാറ്റവുമില്ല. ഓക്കെ, താങ്ക് യു. എന്നെ ചോദിക്കണ്ട, ഞാൻ പറയുന്നില്ല. ഇവിടെ LDFന്റെ കോട്ട എന്നറിയപ്പെടുന്ന പൂങ്കോട് ഉഷാ ബോസിലൂടെ തിരിച്ചുപിടിച്ച UDF ഒരു പ്രധാന നേതാവ് VO സാജൻ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്യുന്നു. തീർച്ചയായിട്ടും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കഴിവുകെട്ട ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ്. നമുക്കറിയാം, കേരളത്തിൽ തന്നെ സ്വന്തമായി പഞ്ചായത്ത് ഓഫീസില്ലാത്തൊരു പഞ്ചായത്താണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്ത്. അത്രമേൽ വികസനം മുരടിപ്പുള്ള ഒരു പഞ്ചായത്താണ്. മാത്രവുമല്ല, ഇതിലുപരി കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, ഇതിന് രണ്ടിനുമെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഓക്കെ, താങ്ക് യു. എല്ലാവിധ നന്ദിയും UDFന്റെ പേരിൽ ഞങ്ങൾ ആശംസിക്കുകയാണ്. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. അടുത്ത നമ്മളോടൊപ്പം അഡ്വക്കേറ്റ് ഉഷാ ബോസിന്റെ വിജയത്തെ എങ്ങനെ കാണുന്നു? നമ്മുടെ പൂങ്കോട് വാർഡിലെ ജനവികാരമാണ്. എത്രയോ കാലങ്ങൾ കൊണ്ട് LDFന്റെ കയ്യിൽ ഉള്ളൊരു വാർഡാണ്. ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു. UDF ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ ശക്തമായി LDFനെ എതിർത്തുകൊണ്ട് UDFന്റെ നേതാക്കന്മാരെല്ലാം സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്ന അന്ന് മുതൽ ഇന്നലെ വരെ നല്ല ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഞങ്ങൾ ചടയമംഗലം പഞ്ചായത്തിന്റെ വികസനങ്ങൾ അവർക്ക് തിരിച്ചടിയായി. സംസ്ഥാന സർക്കാരിന്റെ വികസനങ്ങൾ അവർക്ക് തിരിച്ചടിയായി. അടുത്ത സമയത്ത് തന്നെ വൈദ്യുതി ചാർജ് വർദ്ധിച്ചു, അതവർക്ക് തിരിച്ചടിയായി. ഇത് ജനങ്ങൾ മനസ്സിലാക്കുന്നു. സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഇനി അടിത്തട്ടിലേക്ക് പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ചടയമംഗലം പഞ്ചായത്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാരും. ഇത് ഈ വിജയത്തിന് പൂങ്കോട് വാർഡിലെ എല്ലാ വോട്ടർമാർക്കും 1000 നന്ദി കടപ്പാടും. നമ്മളോടൊപ്പം മത്സരിച്ച UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ഉഷാ ബോസ് എങ്ങനെയാണ് വിജയത്തെ കാണുന്നത്? കാരണം അത് കണ്ടില്ലേ, ഇവിടെ എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ. ഇത് എന്റെ മാത്രമായിട്ടുള്ള സന്തോഷമല്ല, ഞങ്ങൾ മൊത്തമായിട്ട് ഇന്ന് ഇപ്പോൾ വലിയ സന്തോഷത്തിലാണ്. കാരണം ഇത്രയും സന്തോഷം ഈ ചടയമംഗലം മണ്ഡലത്തിൽ നമുക്ക് ഉണ്ടായിട്ടില്ലേ. അത്ര വലിയ സന്തോഷത്തിൽ
അപ്പോൾ ഇനി നമ്മുടെ ഈ പൂങ്കോട് വാർഡിൽ വികസന പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ എത്തിക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ടോ? ഇത്രയും പേര് എന്റെ ഒപ്പമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കഴിയത്തില്ല? എന്ത് കാര്യങ്ങളിലും ജനങ്ങളുടെ ഒപ്പം ഞാനുണ്ടാവും. പൂങ്കോട് വാർഡിലെ നല്ല ചടയമംഗലം പഞ്ചായത്തിലൊക്കെ ഉള്ള എന്ത് കാര്യത്തിലായാലും എനിക്ക് ഇടപെടാമല്ലോ. ഇനിയിപ്പോൾ പൂങ്കോട് വാർഡുകാരോടൊപ്പം എല്ലായ്പ്പോഴും ഞാനുണ്ടാവും. അവർ വിളിച്ചില്ലെങ്കിൽ പോലും അറിഞ്ഞ് മറ്റൊരാൾ പറഞ്ഞറിഞ്ഞാൽ പോലും എനിക്ക് അവിടെ എത്താനും അവരോടൊപ്പം സഹകരിക്കാനും എനിക്ക് കഴിയുമെന്ന് എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ സംഘടന UDF എന്ന് പറഞ്ഞ സംഘടനയിലെ ഇത്രയും പേര് ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത് ഇതുപോലെ ഒരു പ്രവർത്തനം ഇന്നു വരെ ഉണ്ടായിട്ടില്ല അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, ചടയമംഗലം മണ്ഡലത്തിലെ ഒരു ഇലക്ഷനും ഇത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അത്ര ഗംഭീരമായിട്ടുള്ള എവിടെ പഴുതടച്ചുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്കുണ്ടായിരുന്നത്. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ഇത് ഞങ്ങൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം കൂടാണ്. എങ്ങനെ എത്ര ബുദ്ധിമുട്ടിയായാലും അതായത് നമ്മൾ പരിശ്രമിച്ചാൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾക്കും എല്ലാവർക്കും നന്ദിയുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. വണ്ടി കൊണ്ട് ലൈവ് തന്നെ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാരെങ്കിലുമൊക്കെ കണ്ട് ആകെ തലവരാകുമ്പോൾ കുറച്ചു പോലെ മണ്ഡലത്തിൽ പോയിട്ട് നമ്മളൊന്നും പറയണ്ടേ? ശ്രീ പുള്ളിപ്പച്ചയിൽ സൈലാബ്ദീൻ സലാഹുദ്ദീൻ. ഞങ്ങളുടെ ഈ വിജയം ഏറ്റവും വലിയൊരു അനുഗ്രഹമായി തീർന്നിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ വിജയത്തിന് കാരണമായത്. ഞങ്ങളെല്ലാവരും ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ ഒന്നിച്ച് ഇത്രയും ദിവസം ഒരു 10-20 ദിവസം കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനുവേണ്ടിയുള്ള പ്രയത്നം പകലായാലും രാത്രിയായാലും എല്ലാ സമയവും ഞങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. ഇനി വരുന്ന കാലത്തും അത് തന്നെ ഉണ്ടാവുമെന്ന് വീണ്ടും സൂചിപ്പിക്കുന്നതോടൊപ്പം ഇടതുപക്ഷത്തിൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഈ പ്രദേശത്ത് ചടയമംഗലം പഞ്ചായത്തിൽ ഇത്രയും വർഷം 10-40 വർഷം ഭരിച്ച ഇടതുപക്ഷം ഒരു വികസനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വിജയം ഞങ്ങൾക്കിപ്പോൾ കിട്ടിയത്. ഭാവിയിൽ അടുത്ത പഞ്ചായത്ത് പോലും ഞങ്ങൾ പിടിക്കും എന്നുള്ള ഒരു വൈരാഗ്യത്തോടു കൂടി ഞങ്ങൾ വീണ്ടും പോവുകയാണ് ചെയ്യുന്നത്. പറയുന്ന ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? വിജയത്തെ ആത്മാർത്ഥമായി വർക്ക് ചെയ്തതിന്റെ വിജയം, വർക്ക് ചെയ്തതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ആത്മാർത്ഥമായി ഒരു ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി വർക്ക് ചെയ്താൽ ഈ പഞ്ചായത്ത് സുഭിക്ഷമായിട്ട് പിടിച്ചെടുക്കാം. ഇതാണ് ഇവിടുത്തെ പഞ്ചായത്തിന്റെ ഓഫീസ് പൊളിച്ചാൽ ഡംപിങ് ആളായിട്ട് വച്ചേക്കുന്നതല്ലേ മാർക്കറ്റ് പിന്നെ എല്ലാ ഡംപിങ് ആട് എല്ലാം വേസ്റ്റ് ഡംപിങ് ആടായിട്ട് പഞ്ചായത്ത് മാറ്റി പുതിയ പഞ്ചായത്ത് രീതി കൊണ്ടുവന്ന് വെച്ചേക്കേണ്ടത്. ഇതിനെതിരെ ജനങ്ങൾ അറിയുന്ന ജനങ്ങളെങ്കിലും പ്രതികരിച്ച് അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഓക്കെ. ഓക്കെ.
പഞ്ചായത്ത് ആഫീസ് നേരിട്ട് ഡംപിങ്ങാണ്. ആര് മനസ്സിലാക്കുന്നില്ല. അവിടെ കയറി ഞാൻ പണ്ടൊക്കെ പാലായി അങ്ങോട്ട് മയക്കില്ലാതെ പ്രകടനങ്ങൾ നടത്തട്ടെ. നമ്മളെ ഇവിടെ നേരെ മണ്ഡലം പ്രസിഡന്റ് ബൈക്ക് പിന്നെ വണ്ടിയുടെ ബൈക്കിൽ വരാൻ യോഗ്യത അല്ല അവിടെ പള്ളികൾക്കാർക്കും വേണം. ഞാൻ പിടിച്ചോണ്ട് എല്ലാത്തിനും കുടിക്കാൻ അങ്ങനെയാണെങ്കിൽ അനീഷിന്റെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുകിടക്കും. അവര് പല തോക്കുന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പാണോ? എല്ലാം നമുക്കുള്ള വന്നിട്ടുണ്ടോ സംസാരിച്ചല്ല കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ഇന്നലെ അവിടെ മൈക്കൊക്കെ സാക്ഷി സാക്ഷി നമസ്കാരം.
നിലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് പൂങ്കോടിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട UDF മെമ്പറെ സ്വീകരിക്കുന്നു. ഈ വിജയത്തെ നിലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തി വർധനത്തിന് ആക്കം കൂട്ടുമോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? ഉറപ്പായിട്ടും ആക്കം കൂട്ടുന്നതാണ്. ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണ കെടുകാര്യസ്ഥതയ്ക്ക് പൂങ്കോട് വാർഡിലെ ജനങ്ങൾ കൊടുത്ത മറുപടിയാണിത്. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് ഉഷാ ബോസിന്റെ ഈ തിരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമായ സൂചനയാണ് ചടയമംഗലത്തിന് നൽകുന്നത്. ഓക്കെ, താങ്ക് യു. നിരവധി മേഖലകളിൽ നിന്നും ഉഷാ ബോസിനെ സ്വീകരണത്തിന്റെ ഒരു പ്രഭാഗം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെളിനല്ലൂർ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള നിസാർ പ്രതികരിക്കുന്നു. അതെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വിജയമാണ് ചടയമംഗലത്തുണ്ടായിരിക്കുന്നത്. ഇത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളുടെ വലിയ സൂചനയാണ്. വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിലും ചടയമംഗലത്തുണ്ടാകാൻ പോകുന്ന വലിയ ഒരു മുന്നേറ്റത്തിന്റെ സൂചനയാണ് ഇന്നത്തെ ചടയമംഗലത്തിലെ പൂങ്കോട് വാർഡിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്നാണ് വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കോൺഗ്രസ് എങ്ങനെ വിലയിരുത്തും? ഈ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായി ഒരു കൂട്ടായി പ്രവർത്തിച്ച് KPCCയുടെ ജനറൽ സെക്രട്ടറി MM നസീർ ഉൾപ്പെടെ നമ്മുടെ ജില്ലയുടെ ഈ ചടയമംഗലത്തുണ്ടായ മുഴുവൻ നേതാക്കളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുത്ത് ഈ നല്ല ചിട്ടയോടെ പ്രവർത്തനം നടത്തിയതിൻ്റെ വിജയമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും നമ്മളെ പ്രവർത്തകരെ എല്ലാം വളരെ ചിട്ടയോടെ ഒരുമിച്ച് കൊണ്ടുപോയി കൃത്യമായി ഉള്ള പ്രവർത്തനം നടത്തിയതിൻ്റെയും ഭാഗമായി നമുക്ക് ഈ ചടയമംഗലം പൂങ്കോട് വാർഡ് LDFൽ നിന്ന് പിടിച്ചെടുത്ത് ഞങ്ങൾ വിജയിച്ചത്. അതിൻ്റെ എല്ലാ നേട്ടങ്ങളും കോൺഗ്രസ് പ്രവർത്തകരുടെയും സാധാരണക്കാരായ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വിജയമായി കാണുന്നു. മറ്റു പഞ്ചായത്തു നിന്ന് ഒക്കെ തന്നെ ഉഷാ ബോസിന് അഭിനന്ദനങ്ങളുമായി പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകളിലും പഞ്ചായത്തുകളിലും കോൺഗ്രസിനിടയിൽ വളരെയധികം ആവേശമുണർത്തുന്ന ഒരു വിജയമായാണ് ഇതിനെ കാണാവുന്നത്. ഹലോ,
അല്ലല്ല എനിക്ക് ആ ഒരു ബാങ്ക് ടാക്സ് റിട്ടേൺ അവിടെ കൊണ്ട് കൊടുത്ത് അവരെ അയച്ചു. അഡ്വക്കേറ്റ് ഉഷാ ബോസിന്റെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വിലയിരുത്തും? തീർത്തും പൂങ്കോട് വാർഡിലെ ജനങ്ങൾ വളരെ സത്യസന്ധമായിട്ട് വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. തീർത്തും അനുയോജ്യമായ പൂങ്കോട് വാർഡിന് യോജിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അഡ്വക്കേറ്റ് ഉഷാ ബോസിനെ പൂങ്കോട് വാർഡിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ പൂങ്കോട് വാർഡിലെ ജനങ്ങളോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിൽ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം മൂല്യബോധത്തോടുകൂടി ചിന്താശേഷി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെറ്റായ നയങ്ങളെ തീർത്തും തൃണവൽക്കരിച്ചുകൊണ്ട് കാര്യക്ഷമമായ വിലയിരുത്തലാണ് പൂങ്കോട് വാർഡിലെ ജനങ്ങൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പൂങ്കോട് വാർഡിലെ ജനങ്ങൾ വളരെയേറെ പ്രശംസനീയമാണ്. കാരണം അഡ്വക്കേറ്റ് ഉഷാ ബോസ് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ഇല്ലാത്ത ആക്ഷേപങ്ങൾ പറഞ്ഞ് അവരെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തതിന് കൃത്യമായ ഒരു മറുപടിയാണ് പൂങ്കോട് വാർഡിലുള്ള മുഴുവൻ ജനങ്ങളും അഡ്വക്കേറ്റ് ഉഷാ ബോസിനെ ഈ തെരഞ്ഞെടുപ്പിൽ വൻവെച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിപ്പിച്ചിരിക്കുന്നത്. തന്റേടിയാണ് എന്നുള്ള ഇല്ലാത്ത ആക്ഷേപങ്ങൾ ഉഷാ ബോസിന് നേരെ ഉന്നയിച്ചുവെങ്കിൽ തീർത്തും തന്റെ ഇടത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി ചടയമംഗലം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളോടും സത്യസന്ധമായ കൃത്യത പുലർത്തിക്കൊണ്ട് ആ പൂങ്കോട് വാർഡിന്റെ വികസനത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ഉഷാ ബോസ് കൃത്യമായ എക്കാലവും ഉണ്ടാകുമെന്നും ഇത് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒരു സൂചന മാത്രമാണ്. ഈ പഞ്ചായത്തിന്റെ ഭരണം കോൺഗ്രസിന്റെ കരങ്ങളിലേക്ക് വരുന്നതിനുള്ള ഒരു സെമി ഫൈനലാണ്. അടുത്ത പഞ്ചായത്ത് പൊതുതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി ചടയമംഗലം പഞ്ചായത്തിന്റെ ഭരണം UDFന്റെ കരങ്ങളിൽ വരുമെന്ന് അസന്നിഗ്ധമായി ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പൂങ്കോട് വാർഡിലെ ജനങ്ങൾക്ക് ഒന്നുകൂടി വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നത്. ജയ് ഹിന്ദ്. അങ്ങ്
അങ്ങനെ പേടിച്ചല്ല നമ്മളായിട്ട് ഒരു വിഷയം ഉണ്ടാക്കുക അവന്മാർക്ക് വിഷയം ഉണ്ടാക്കി വോട്ട് പിടിക്കാനായിട്ട് കണ്ണൂർ സ്റ്റൈലാണ് ഗുണ്ടായിസത്തിനെതിരായി. ഇത് ഞാനല്ല സ്ഥാനാർത്ഥി ചോദിക്കുന്നത്. അല്ല മെമ്പർ ഞാനല്ല, മെമ്പർ ചോദിക്കുന്ന. പൈതൃകം മതേതരത്വ സംസ്കൃതി കൃഷ്ണമണിത പോലെ ഞങ്ങൾ തടത്തിലേറ്റിടാം പൈതൃകം. ഭക്തകോടി നെഞ്ചിലെത്തി ചോര നൽകി ജീവനേകി കാത്തുവച്ച സാന്ത്വനം വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരവും കോൺഗ്രസാണ് ഭാരതത്തെ മധ്യകോടി നെഞ്ചിലെത്തി വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂമി നീലരായി മുമ്പിലെ ചില ആളുകൾ പ്രിയമുള്ളവരെ, നമ്മുടെ വിജയാഹ്ലാദം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇതിന് ഒരു അടുക്കും ചിട്ടയോട് കൂടിയുള്ള പ്രകടനമായിരിക്കണം. എല്ലാവരും മുന്നോട്ട് കയറി തള്ളാനും ഇടിക്കാനും കിട്ടുന്നതിന് മെമ്പറെ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉഷാ ബോസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമാണ്. എല്ലാവരും നല്ല ആവേശത്തോടുകൂടി നിൽക്കണം. ആരും ഞാൻ സൂചിപ്പിച്ചതുപോലെ അച്ചടക്കം പാലിക്കണം, അച്ചടക്കം ലംഘിക്കരുത്. ഓക്കെ.
ആ വണ്ടി മുമ്പേ വിടണം. ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പൂങ്കോട് നിവാസികളുടെയും പൂങ്കോട് വോട്ടർമാരുടെയും നമ്മുടെ സ്ഥാനാർത്ഥികൾ നിങ്ങളെ കാണുവാനും നിങ്ങളുടെ അഭ്യർത്ഥിക്കുവാൻ വേണ്ടി ഇതാ കടന്നു വരികയാണ്. പൂങ്കോട് നിവാസികൾ നൽകിയ കൈവത്തിന് 1000 നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയങ്കനായ സാരഥി നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളുടെ അഭ്യർത്ഥിച്ചു നിങ്ങളുടെ ആശീർവാദം നേടുവാനും വേണ്ടി നമ്മുടെ പ്രിയങ്കനായ സാരഥി ഇതാ കടന്നു വരികയാണ്. പൂങ്കോട് നിവാസികൾ നൽകിയ ആവേശപൂർണമായ കയ്യൊപ്പിന് 1000 നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കനായ സാരഥി നിങ്ങളെ നേരിൽ കാണുവാൻ ഇതാ കടന്നു വരികയാണ്. അഭിവാദ്യങ്ങൾ 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 പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, പൂങ്കോട് നിവാസികൾക്ക് 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നൽകിയ കയ്യൊപ്പിന് 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനും ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നൽകിയ 1000 കയ്യൊപ്പിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കനായ സാരഥി നിങ്ങളെ നേരിൽ കാണുവാൻ ഇതാ കടന്നു വരികയാണ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഉഷാബോസിന് അഭിവാദ്യങ്ങൾ എം.എൻ. നസീറിന് അഭിവാദ്യങ്ങൾ 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 ഉഷാബോസിന് അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ചടയമംഗലം പഞ്ചായത്തിലെ മുഴുവൻ വോട്ടർമാർക്കും 1000 നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങൾ നൽകിയ കയ്യൊപ്പിന് 1000 നന്ദിയും കിടപ്പാടും നേർന്നുകൊണ്ട് ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, പൂങ്കോട് നിവാസികൾക്ക് 1000 നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ഉഷാ ബോസ് ഇതാ കടന്നു വരികയാണ്. നിങ്ങൾ നൽകിയ ആയിരങ്ങളെ കണക്കിന് കയ്യൊപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഇതാ കടന്നു വരികയാണ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഉഷാ ബോസിന് അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, പൂങ്കോട് നിവാസികൾക്ക് 1000 നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സാരഥി നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങൾ നൽകിയ കയ്യൊപ്പിന് 1000 നന്ദിയും കിടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്കരനായ സാരഥി പ്രിയങ്കരനായ സാരഥി ഇതാ കടന്നു വരികയാണ്. പൂങ്കോട് നിവാസികൾക്ക് 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാൻ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. ആയിരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. നിങ്ങൾ നൽകിയ കയ്യൊപ്പിന് 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളെ ആശീർവദിക്കുവാനും വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ 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 പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ. പൂങ്കോട് നിവാസികൾക്ക് 1000 കയ്യൊപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രിയങ്കരിയായ സാരഥി ഇതാ നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളോട് ആശീർവദിക്കുവാനും വേണ്ടി ഇതാ കടന്നു വരികയാണ്. നിങ്ങൾ നൽകിയ 1000 കയ്യൊപ്പിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സിന്ദാബാദ് സിന്ദാബാദ്. കണ്ടില്ലേ കണ്ടില്ലേ LDF-നെ കണ്ടില്ലേ കണ്ടില്ലേ
LDF-നെ കണ്ടില്ലേ? നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത് പിടിച്ചെടുത്ത് പൂങ്കോട് ഞങ്ങൾ പിടിച്ചെടുത്ത് നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത്. സിന്ദാബാദ് അഭിവാദ്യങ്ങൾ ചടയമംഗലം ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ ചടയമംഗലം ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ. സിന്ദാബാദ് UDF സിന്ദാബാദ്. നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത് അഭിവാദ്യങ്ങൾ ഉഷാബോസിന് അഭിവാദ്യങ്ങൾ MN നസീറിന് അഭിവാദ്യങ്ങൾ. സിന്ദാബാദ് UDF സിന്ദാബാദ്. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസിന് വോട്ടുകൾ നൽകി വിജയിപ്പിച്ച നല്ലവരായ ഉത്ബുദ്ധരായ വോട്ടർമാരെ നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കാണ് ആശംസകൾ, നിങ്ങൾക്കാണ് അനുമോദനങ്ങൾ. ഇടതുപക്ഷക്കാരെ, നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ എതിരാളി UDF ആണ്, ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. നിങ്ങൾ കണ്ടു ഞങ്ങളുടെ മക്കളുടെ വിജയാഹ്ലാദം. ഈ പ്രസ്ഥാനം ഇന്നലെ പെയ്ത മഴയ്ക്ക് അങ്ങ് മുളച്ചു പൊന്തിയ വിത്തല്ല സഹാക്കളെ. ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇത് UDF-ന്റെ പൊന്നാപുരം കോട്ടയാണ്. ഇനി ഞങ്ങൾ വാഴും, UDF വാഴും ഈ മണ്ണിൽ. വോട്ടിന് മുന്നേ എന്തെല്ലാം ഈ ജനതയോട് പറഞ്ഞതാണ് നിങ്ങൾ. ഈ ദിവസത്തിനാണ് ഞങ്ങൾ കാത്തിരുന്നത്. വർത്തമാനകാലം കാതോർത്ത ഈ സുന്ദര ദിവസത്തിലാണ് ഞങ്ങൾ കാതോർത്തിരുന്നത്. ഇടതന്നെ നെറുകെട്ട കള്ളപ്രചരണങ്ങളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവിറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്നേഹനിധികളായ നല്ലവരായ വോട്ടർമാരെ, നിങ്ങൾക്കാണ് അനുമോദനങ്ങൾ, നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കാണ് ആശംസകൾ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജനവിധി തേടിയ UDF-ന്റെ സാരഥി അഡ്വക്കേറ്റ് ഉഷാ ബോസിന് വോട്ട് നൽകിയ ഉമ്മപെങ്ങന്മാരെ, അമ്മ ചേച്ചിമാരെ, ജ്യേഷ്ഠാനുജത്തിമാരെ, നിങ്ങൾക്ക് ഒരായിരം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതാ നമ്മുടെ പ്രിയപ്പെട്ടവൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ടവൾ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നിങ്ങളെ കാണുവാൻ നിങ്ങൾ നൽകിയ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ സാരഥി ഐക്യജനാധിപത്യ മുന്നണിയുടെ അമരക്കാരി വിജയത്തിന്റെ നിങ്ങളോട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് ഉഷാ ബോസ് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങൾ നൽകിയ അഭിവാദ്യങ്ങൾ ഉഷാ ബോസിന് അഭിവാദ്യങ്ങൾ. നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത് അഭിവാദ്യങ്ങൾ പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ. സിന്ദാബാദ് UDF സിന്ദാബാദ്. അഭിവാദ്യങ്ങൾ UDF-ന് അഭിവാദ്യങ്ങൾ. നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത്. കണ്ടില്ലേ LDF-ന് കണ്ടില്ലേ? നേടിയെടുത്ത്
പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത് സിന്ദാബാദ് സിന്ദാബാദ് ഉഷാ ബോസ് സിന്ദാബാദ് എം.എൻ. നസീർ സിന്ദാബാദ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, പൂങ്കോട് നിവാസികൾ നൽകിയ 1000 കയ്യൊപ്പിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളോട് ആശ്രയിക്കുവാനും വേണ്ടി നമ്മളെ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. ആയിരങ്ങൾ നൽകിയ ആവേശപുഷ്പളമായ സ്വീകരണങ്ങൾക്ക് 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളിലൊരുവളായ നിങ്ങളെ പ്രിയപ്പെട്ടവളായ നമ്മുടെ സാരഥിക്ക് നിങ്ങൾ നൽകിയ കയ്യൊപ്പിന് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാൻ ഇതാ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ആയിരങ്ങൾ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, ദുർപ്രചരണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വൻപിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത പൂങ്കോട് നിവാസികൾക്ക് 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാനും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും 1000 നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ ഇതാ കടന്നു വരികയാണ്. നേടിയെടുത്ത് നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത് സിന്ദാബാദ് സിന്ദാബാദ് UDF സിന്ദാബാദ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പൂങ്കോട് നിവാസികൾക്ക് അഭിവാദ്യങ്ങൾ. സിന്ദാബാദ് സിന്ദാബാദ് ചടയമംഗലം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. സിന്ദാബാദ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് ഉഷാ ബോസ് സിന്ദാബാദ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. എം.എൻ. നസീറിന് അഭിവാദ്യങ്ങൾ. സിന്ദാബാദ് സിന്ദാബാദ് നേടിയെടുത്ത് നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത് പൂങ്കോട് നിവാസികൾ നൽകിയ 1000 കയ്യൊപ്പിന് നന്ദിയും കിടപ്പാടുകളും നേർന്നുകൊണ്ട് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളെ നേരിൽ കണ്ട് നന്ദി പറയുവാനും വേണ്ടി നമ്മളെ പ്രിയങ്കരിയായ പ്രിയപ്പെട്ടവളായ നമ്മുടെ സാരഥി ഇതാ കടന്നു വരികയാണ്. ചടയമംഗലം പഞ്ചായത്തിലെ മുഴുവൻ പ്രബുദ്ധരായ വോട്ടർമാർക്ക് 1000 നന്ദിയും കിടപ്പാടും നേർന്നുകൊണ്ട് നമ്മളെ പ്രിയപ്പെട്ടവളായ സാരഥി നിങ്ങളെ നേരിൽ കാണുവാൻ ഇതാ കടന്നു വരികയാണ്. പൂങ്കോട് നിവാസികൾ നൽകിയ 1000 കയ്യൊപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് കർഷകരും കർഷക തൊഴിലാളികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും 1000 നന്ദിയും കിടപ്പാടും നേർന്നുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരായ ചടയമംഗലം നിവാസികൾക്ക് 1000 നന്ദിയും കിടപ്പാടും നേർന്നുകൊണ്ട് നമ്മളെ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. നേടിയെടുത്ത് നേടിയെടുത്ത് പൂങ്കോട് നമ്മൾ നേടിയെടുത്ത് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ചടയമംഗലം ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ. പൂങ്കോട് ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ. സിന്ദാബാദ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് UDF സിന്ദാബാദ്. പ്രിയമുള്ളവരെ, നിങ്ങളെ നേരിൽ കാണുവാനും പൂങ്കോട് നിവാസികൾ നൽകിയ 1000 കയ്യൊപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. ചടയമംഗലം പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും 1000 നന്ദിയും കിടപ്പാടും നേർന്നുകൊണ്ട് നമ്മളെ പ്രിയങ്കരിയായ സാരഥി ഉഷാ ബോസ് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങൾ നൽകിയ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ പ്രിയങ്കരിയായ സാരഥി നിങ്ങളെ നേരിൽ കാണുവാനും ഇതാ കടന്നു വരികയാണ്. ആയിരങ്ങൾ 10,000 നൽകിയ ആവേശപുഷ്പളമായ സ്വീകരണങ്ങൾക്ക് 1000 നന്ദിയും കിടപ്പാടുകളും നേർന്നുകൊണ്ട് നമ്മളെ പ്രിയങ്കരിയായ സാരഥി ഇതാ കടന്നു വരികയാണ്. നമ്മളെ പ്രിയങ്കരിയായ ഉഷാ ബോസിന് 1000 നന്ദിയും കിടപ്പാടുകളും പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളെ നേരിൽ കണ്ട് അഭ്യർത്ഥിക്കുവാനും ഇതാ വരികയാണ്. നിങ്ങൾ നൽകിയ ആയിരങ്ങൾ നൽകിയ ആവേശപുഷ്പളമായ സ്വീകരണങ്ങൾക്ക് 1000 നന്ദിയും കിടപ്പാടും നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ ഉഷാ ബോസ് ഇതാ കടന്നു വരികയാണ്. സിന്ദാബാദ് സിന്ദാബാദ് UDF സിന്ദാബാദ്. നേടിയെടുത്ത് നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ഉഷാ ബോസിന് അഭിവാദ്യങ്ങൾ. നേടിയെടുത്ത് നേടിയെടുത്ത് പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്ത്. പ്രിയമുള്ളവരെ,
ദുർപ്രചരണങ്ങൾക്കും കള്ളപ്രചരണങ്ങൾക്കും ഈ നാട്ടിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവളായ അഡ്വക്കേറ്റ് ഉഷാ ബോസ് ഇതാ കടന്നു വരികയാണ്. ആയിരങ്ങൾ നൽകിയ ആവേശപുഷ്പളമായ സ്വീകരണങ്ങൾക്ക് 1000 നന്ദിയും കിടപ്പാടും നേർന്നുകൊണ്ട് പ്രിയങ്കരിയായ സാരഥി ഉഷാ ബോസ് നിങ്ങളെ നേരിൽ കാണുവാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനും വേണ്ടി ഇതാ കടന്നു വരികയാണ്. പൂങ്കോട് നിവാസികൾ നൽകിയ 1000 കയ്യൊപ്പിനും നന്ദിയും കിടപ്പാടും നേർന്നുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ടവരായ വിദ്യാർത്ഥികളും കർഷകരും കർഷക തൊഴിലാളികളും നൽകിയ 1000 വോട്ടുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ സാരഥി അഡ്വക്കേറ്റ് ഉഷാ ബോസ് ഇതാ കടന്നു വരികയാണ്. സിന്ദാബാദ് സിന്ദാബാദ്, യുഡിഎഫ് സിന്ദാബാദ്. നേടിയെടുത്ത് പൂങ്കോട് നമ്മൾ നേടിയെടുത്ത് കണ്ടില്ലേ LDF-നെ കണ്ടില്ലേ, BJP-യെ കണ്ടില്ലേ, BJP-യെ കണ്ടില്ലേ. നേടിയെടുത്ത് പൂങ്കോട് നമ്മൾ നേടിയെടുത്ത് പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസിന് വോട്ടുകൾ നൽകി വിജയിപ്പിച്ച നല്ലവരായ ഉത്ഭുതരായ വോട്ടർമാരെ, നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കാണ് ആശംസകൾ, നിങ്ങൾക്കാണ് അനുമോദനങ്ങൾ. ഇടതുപക്ഷക്കാരെ, നിങ്ങളോട് പറഞ്ഞതല്ലേ നിങ്ങളുടെ എതിരാളി UDF ആണ്, ഐക്യജനാധിപത്യ മുന്നണിയാണ് എന്ന്. അത് നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കണ്ടു. ഞങ്ങളുടെ മക്കളുടെ വിജയാഘാതം. ഈ പ്രസ്ഥാനം ഇന്നലെ പെയ്ത മഴയ്ക്കങ്ങ് മുളച്ചു പൊന്തിയ വിത്തല്ല സഹാക്കളെ, ഇത് ഞങ്ങളുടെ മണ്ണാണ്, ഇത് UDF-ന്റെ പൊന്നാപുരം കോട്ടയാണ്. ഇനി ഞങ്ങൾ വാഴും, UDF വാഴും ഈ മണ്ണിൽ. വോട്ടിന് മുന്നേ എന്തെല്ലാം ഈ ജനതയോട് പറഞ്ഞതാണ് നിങ്ങൾ. ഈ ദിവസത്തിനാണ് ഞങ്ങൾ കാത്തിരുന്നത്. വർത്തമാനകാലം കാതോർത്ത ഈ സുന്ദര ദിവസത്തിനാണ് ഞങ്ങൾ കാതോർത്തിരുന്നത്. ഇടതന്റെ നെറുകെട്ട കള്ളപ്രചരണങ്ങളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സ്നേഹനിധികളായ നല്ലവരായ വോട്ടർമാരെ, നിങ്ങൾക്കാണ് അനുമോദനങ്ങൾ, നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജനവിധി തേടിയ UDF-ന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസിന് വോട്ട് നൽകിയ ഉമ്മപെങ്ങന്മാരെ, അമ്മ ചേച്ചിമാരെ, ജ്യേഷ്ഠ അനുജത്തിമാരെ, നിങ്ങൾക്ക് 1000 ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ഞങ്ങൾ നേടിയെടുത്തു, പൂങ്കോട് ഞങ്ങൾ നേടിയെടുത്തു. ഇനി നിങ്ങൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പൂങ്കോട് ജനത നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വിജയിപ്പിച്ച് വിജയശ്രീലാളിതയാക്കിയ നമ്മുടെ പ്രിയങ്കരയായ മുന്നണി പോരാളി സമരനായിക അഡ്വക്കേറ്റ് ഉഷാ ബോസ് ഇതാ ഈ ഗ്രാമവീതിയെ പോലും രാജപാതയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആശംസകളുടെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നിറപുഞ്ചിരിയോടുകൂടി വാനോളം കരുതലം വീശി കടന്നു വരികയാണ്. ഇടതന്റെ നിറുകെട്ട കള്ളപ്രചരണങ്ങളെ കാലത്തിന്റെ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്നേഹനിധികളായ നല്ലവരായ വോട്ടർമാരെ, നിങ്ങൾക്കാണ് അനുമോദനങ്ങൾ, നിങ്ങൾക്കാണ് അഭിവാദ്യങ്ങൾ, നിങ്ങൾക്കാണ് ആശംസകൾ. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ജനവിധി തേടിയ UDF-ന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉഷാ ബോസിന് 1000
1000 വോട്ടുകൾ നൽകി വിജയിപ്പിച്ച് വിജയത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഉമ്മപെങ്ങന്മാരെ, അമ്മ ചേച്ചിമാരെ, ജ്യേഷ്ഠ നെഞ്ചത്തിമാരെ, നിങ്ങൾക്ക് 1000 ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ഈ പൂങ്കോട് വാർഡ് ഇനി ചുമക്കില്ല. ഈ പൂങ്കോട് വാർഡ് ഇനി വിജയത്തിന്റെ പാതയിലേക്കാണ് എന്ന് ഇവിടുത്തെ ഉത്ഭുതരായ വോട്ടർമാർ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. പൂങ്കോട് വാർഡിൽ നിന്നും ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പൂങ്കോട് വാർഡിൽ നിന്നും മത്സരിച്ച് വിജയശ്രീലാളിതയായ നമ്മുടെ പ്രിയങ്കരിയായ ജനാധിപത്യ മുന്നണിയുടെ അമരക്കാരി ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വാനോളം കരുതലം വീശി വിജയശ്രീലാളിതയായി ഈ ഗ്രാമവീതിയെ പോലും രാജ്യപാതയാക്കിക്കൊണ്ട് നിങ്ങൾ നൽകിയ വോട്ടുകൾക്ക് 1000 എന്ന് പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ ഈ പൂങ്കോട് വാർഡുണ്ടായ ശേഷം കഴിഞ്ഞ 19 വർഷക്കാലമായി അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പുറത്താക്കിക്കൊണ്ട് UDF ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. ഈ വിജയത്തിനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീറിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ, കോൺഗ്രസ് നേതാക്കന്മാരെ, ഇവിടെ ചരിത്ര വിജയം നേടിയ UDFന്റെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ഉഷാ ബോസ് അടക്കമുള്ള സഹോദരിമാർ, ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട് വാർഡിന്റെ ചരിത്രം തിരുത്തിയെഴുതിക്കൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ചുണ്ടിനും കപ്പിനുമിടയിൽ UDFന് നഷ്ടപ്പെടുന്ന വാർഡ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഡാണ്, ഇത് UDFന്റെ വാർഡാണ് എന്ന് ഉറക്കെ 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 മുദ്ര വെച്ചുകൊണ്ട് ഈ വാർഡിലെ ജനങ്ങൾ മാന്യമായ ഭൂരിപക്ഷം നൽകി ശ്രീമതി ഉഷാ ബോസിനെ വിജയിപ്പിച്ചതിലുള്ള സന്തോഷം ഇവിടെ ഞങ്ങൾ അറിയിപ്പിക്കുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരായി കള്ളപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും അഴിച്ചുവിട്ടുകൊണ്ട് പരാജയം ഉറപ്പായും ഉണ്ടാകുമെന്നും ആ പരാജയത്തെ നേരിടാൻ, ജനവിധിയെ നേരിടാൻ എന്ത് ഹീനമാർഗവും ഉപയോഗിക്കും എന്നുള്ളതിന്റെ ഒരു പ്രചരണ തെളിവായിരുന്നു പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പ്. പക്ഷെ ജനങ്ങൾ ബോധവാന്മാരായ, ഏറ്റവും ഉയർന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഈ വാർഡിലെ പ്രബുദ്ധരായ ജനങ്ങൾ അവരുടെ ഉയർന്ന രാഷ്ട്രീയ ബോധത്തെ കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ ശിരസ് നമിച്ച് നമസ്കാരം പറയുകയാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഒന്ന്, കേരളത്തിലെ
ഇടതുപക്ഷ ഭരണത്തിന്റെ കൊള്ളക്കെതിരെയാണ്. ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് നേരെ നടത്തുന്ന, അവർക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത, അവർക്കവരുടെ സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊരു പ്രയോജനവുമില്ലാത്ത ഒരു ഭരണം അത് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ സമയത്താണ് കേരളത്തിൽ വീണ്ടും ഇരുട്ടടിയായി 6ാമത്തെ തവണയും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ അവസാന നാളുകളിൽ 4 രൂപയ്ക്ക് കൊണ്ടുവന്ന ഒരു യൂണിറ്റ് വൈദ്യുതി അട്ടിമറിച്ച് 15-16 രൂപയ്ക്കാക്കി അദാനിയുടെ കമ്പനിയെ ഇവിടെ കേരളത്തിലേക്ക് കുത്തകയാക്കി കോടിക്കണക്കിന് അഴിമതി നടത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ജനങ്ങളെ കൊള്ളയടിച്ചത്. പാവപ്പെട്ടവരെ നിരന്തരം ബാധിക്കുന്ന വൈദ്യുതി ബില്ല്, വീട്ടുകരം, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, സപ്ലൈകോയില് നിത്യോപയോഗ സാധനങ്ങളില്ലാത്തത്, റേഷൻ കടയിലെ ക്രമക്കേടുകൾ, അതിലെ സാധാരണ ജനങ്ങൾക്കുള്ള സേവനങ്ങൾ നഷ്ടപ്പെടുന്നത്, കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും സേവന നികുതികളെല്ലാം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ചടയമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്തിനൊരു ഹെഡ്ക്വാർട്ടേഴ്സ്, നിയോജക മണ്ഡലത്തിലെ ഹെഡ്ക്വാർട്ടേഴ്സായ പഞ്ചായത്തിൽ ഒരു സിവിൽ സ്റ്റേഷൻ ഇല്ല. ഇവിടെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്വന്തം കെട്ടിടമില്ല. എല്ലാം താറുമാറി ആയിരിക്കും. കാരണം ഒരു പ്രതിപക്ഷമില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ശ്രീമതി ഉഷാ ബോസ് നട്ടലുള്ള, അഭിമാനമുള്ള, ചോദ്യം ചെയ്യുവാൻ ആർജവമുള്ള ഒരു അഭിപ്രായം പറയുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഉഷാ ബോസിനെ ജനങ്ങൾ ഇതാ തെരഞ്ഞെടുത്തിരിക്കുന്നു. കള്ളപ്രചരണങ്ങളെ ഇവിടെ ചവറ്റുകുട്ടയിലെറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന പ്രതിജ്ഞ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പഞ്ചായത്തിലെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് UDFന്റെ ഭരണത്തിലേക്ക് നാളെ നടക്കാൻ പോകുന്ന 2025 നടക്കുന്ന ഫൈനൽ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ പഞ്ചായത്ത് നേടും എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാ രീതിയിലും നേതൃത്വം കൊടുത്ത ഇവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി, അതുപോലെ DCCയുടെ ചുമതലയുള്ള നേതാക്കന്മാർ, ഇവിടുത്തെ UDFന്റെ നേതാക്കന്മാർ, ഇവിടെ എല്ലാവരെയും വനിതാ നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് പ്രത്യേകം 1000 നന്ദി KPCCയുടെ ഭാഗത്തു നിന്ന് നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ശ്രീ D. ചന്ദ്രബോസ്. പ്രിയമുള്ള UDFന്റെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, പൂങ്കോട് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ കയ്യിൽ നിന്ന് UDF ആ വാർഡ് പിടിച്ചെടുത്തുകൊണ്ട് ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ചടയമംഗലം പഞ്ചായത്ത് നിരവധി വർഷങ്ങളായി LDFന്റെ കയ്യിൽ ഇരിക്കുന്ന പഞ്ചായത്താണ്. പൊഴുത്തു നാറിയിരിക്കുന്ന ഈ ഭരണത്തിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായി ഇതിനെ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ചടയമംഗലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുമെന്നുള്ള പ്രതിജ്ഞ പുതുക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നാൽ UDFന് വിജയം വളരെ അരികിലാണ് എന്ന് തെളിയിക്കുന്ന ഈ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ UDFന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും UDF കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന ഉഷാ ബോസിന് എല്ലാവിധമായ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ A.R. റിയാസ്. പ്രിയങ്കരായ UDF പ്രവർത്തകരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം പൂങ്കോട് വാർഡ് നമ്മുടെ അഭിമാന പോരാട്ടമായിരുന്നു. ഈ പോരാട്ടത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച മുഴുവൻ സമ്മതദായകർക്കും ആദ്യമായി അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി രാപ്പകൽ വിയർപ്പൊഴുക്കിയ ആ വാർഡിലൂടെ ഓരോ വീടാന്തരം കയറി നിന്ന് വോട്ട് അഭ്യർത്ഥിച്ച എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും UDFന്റെയും മുഴുവൻ സഹപ്രവർത്തകർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു. നിർത്തുന്നു. നമസ്കാരം. അടുത്തായി നമ്മുടെ പ്രിയങ്കരിയായ നിയുക്ത ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഉഷാ ബോസിനെ സംസാരിക്കും. പ്രിയമുള്ളവരെ, ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്.
നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിൽ നമ്മുടെ UDF-ന് 2 മെമ്പർമാരാണ് നിലവിലുള്ളത്. ശ്രീ അമ്പലത്തിൽ നസീം സാറും ശ്രീമതി മഞ്ജു മറിയപ്പള്ളി. അവരോടൊപ്പം അവരുടെ സഹായങ്ങൾ എല്ലായ്പ്പോഴും എനിക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഞാൻ പഞ്ചായത്ത് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയായിട്ട് ആദ്യമായാണ് എത്തുന്നത്. അപ്പൊ ഈ അവസരത്തിൽ തീർച്ചയായും അവിടെയുള്ള 2 മെമ്പർമാരുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. അവര് എന്റെ കൂടെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പൂങ്കോട് നിവാസികളോട് എനിക്ക് വളരെ 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 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം നമ്മുടെ ജനങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നൊരു വാക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പില് പഴുതടച്ച പ്രവർത്തനങ്ങളായിരുന്നു UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. നമ്മുടെ പൂങ്കോട് വാർഡിലുള്ളവർ മാത്രമല്ല, ചടയമംഗലം മണ്ഡലത്തിലും ചടയമംഗലം നിയോജക മണ്ഡലത്തിലും അതിന് പുറത്തു നിന്നുമുള്ള ധാരാളം UDF-ന്റെ പ്രവർത്തകര് ചന്ദ്രബോസ് സാറിന്റെ ഏകോപനവും ശ്രീ MM നസീർ സാറിന്റെ നിർദ്ദേശങ്ങളും അനുസരിച്ച് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് AR റിയാസ് ഒക്കെയുള്ള പ്രവർത്തന ഫലമായിട്ട് അവരോടൊപ്പം പ്രവർത്തിച്ച എല്ലാ UDF പ്രവർത്തകരോടും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. പിന്നെ കഴിഞ്ഞ തവണ തന്നെ വളരെ കുറച്ച് വോട്ടുകൾക്ക് ഞാൻ പരാജയപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായിട്ട് തോന്നിയത് ഞങ്ങളുടെ ഉണ്ണിയുടെ കണ്ണുനീരാണ്. ഉണ്ണി എന്ന് അനുഭവിച്ച ആ ഒരു ദുഃഖം ഞാൻ ഇത്തവണ ഇലക്ഷനെ നേരിട്ടപ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വന്നത് ഈ ഉണ്ണിയുടെ ഒരു സന്തോഷമാണ്. ഉണ്ണിയാണ് ഞാൻ ഇന്നലെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് അഥവാ എന്തെങ്കിലും ഒരു അപാകത പറ്റിപ്പോയാൽ ഉണ്ണിയെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കാരണം അത്രത്തോളം വേദനയായിരുന്നു, കണ്ണുനീരായിരുന്നു അന്ന് ഉണ്ണിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ണിയെ ഇങ്ങനെ ചേർത്ത് എന്റെ ഒരു നാത്തൂന്റെ മകനും കൂടിയാണ് കേട്ടോ, എന്റെ അനന്തരവനാണ് ഉണ്ണി എന്ന് പറയുന്നത്. അപ്പൊ ആ ഉണ്ണിയുടെ ഒരു സന്തോഷമാണ് ആ മുഖത്ത്. സന്തോഷമാണോ സങ്കടമാണോ എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് ഉണ്ണി നിൽക്കുന്നത്. അപ്പൊ എന്റെ ഈ ഒരു വിജയം ഞാൻ ഉണ്ണിക്ക്, അതുപോലെ മറ്റെല്ലാ UDF പ്രവർത്തകർക്ക്, ശ്രീ പ്രകാശ്, വിജയൻ, ബിജു, അങ്ങനെ എല്ലാവർക്കും എന്റെ ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാ വോട്ടർമാർക്കും, എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാ UDF പ്രവർത്തകർക്കും എന്റെ നന്ദി. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നൊരു വാക്ക് കൂടി പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വീണ്ടും കാണാം, സംസാരിക്കാം. ഇപ്പോ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഈ സമ്മേളനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ വിളിക്കും. പൂങ്കോട് വാർഡിലെ എല്ലാ UDF-നും എല്ലാ മുന്നണിക്കും വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും UDF-ന്റെ പേരിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനം. പ്രിയമുള്ളവരെ, ഇതേ തുടർന്ന് നമ്മുടെ സ്ഥാനാർത്ഥി ഈ വാർഡിലെ ജനങ്ങളെ കണ്ട് നന്ദി രേഖപ്പെടുന്നതിന് വേണ്ടിയുള്ള പര്യടന പരിപാടി ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. ഇത് LCA റോഡിലൂടെ പോയി SVHS-ന്റെ മുന്നിലൂടെ കടന്ന് കാവുള്ള ഭാഗത്തൂടി നടുക്കുന്നിലെത്തി അവിടെ നിന്ന് വീണ്ടും പൂങ്കോട് റോഡിൽ ഇറങ്ങിയതിന് ശേഷം ബിവറേസ് റോഡിൽ ഇറങ്ങി അവിടെ നിന്ന് നേരെ ആറാട്ടുകടവ്, വാലുകുന്ന്, ഇളവക്കോട്, കൈതക്കെട്ട് വഴി ശാന്തിനഗറിൽ സമാപിക്കും. അടുത്തായി നമ്മുടെ സ്ഥാനാർത്ഥി ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങാണ്. പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം ഈ പര്യടന പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, വാഹനം ഉള്ളവർ വാഹനം എടുത്തുകൊണ്ട് തന്നെ ഈ പര്യടനത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്.
Segala halo. പുതുതായി പൂങ്കോട് വാർഡിന്റെ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഉഷ ബോസിനെ അഭിനന്ദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും പ്രവർത്തകർ നൽകിയ സ്വീകരണവും അതിനെ തുടർന്ന് വാർഡുകളിൽ ജനങ്ങളെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നതിനു വേണ്ടി ഉഷ ബോസിന്റെ പര്യടന പരിപാടി ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. അതിന്റെ ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഗോപൻ മുദ്രയും രാജ്മോഹനും. നേരെ വന്നിട്ട് നമ്മളെ കോൺക്രീറ്റ് കോൺഗ്രസിന്റെ വിജയമാണ്. ഇടല്ലേ ഞാൻ നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കണം കഴിഞ്ഞിട്ട് വേണ്ട. ഈ തത്സമയ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു.